നമസ്കാരം പ്രിയപ്പെട്ടവരെ, വോട്ട് വർത്തമാനത്തിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മളൊപ്പം ജോൻ ഒത്തുചേരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്ന ലോക്സഭാ മണ്ഡലം കോട്ടയം ലോക്സഭാ മണ്ഡലമാണ്. റബ്ബറിൻ്റെ നാട് കോട്ടയത്തെക്കൂടെയുള്ള യാത്രയാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതിലാദ്യം പിറവം നിയമസഭാ മണ്ഡലമാണ് നമ്മൾ ആദ്യം എടുക്കുന്ന നിയമസഭാ മണ്ഡലം. എറണാകുളത്തുള്ള നിയമസഭാ മണ്ഡലമാണ് ആണ്. പക്ഷെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് വരുന്നത്. അവിടെ മത്സരിക്കുന്നത് സാബു കെ ജേക്കബാണ്. കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടി, കേരള കോൺഗ്രസ് ജോസഫിന് വേണ്ടി അനൂപ് ജേക്കബ് ഇപ്പോഴത്തെ MLA, 2020 വേണ്ടി ജിബി എബ്രഹാം. 3 പേരാണ് മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? പിറവം വലിയ അത്ഭുതമൊന്നുമില്ലാത്ത നിയോജകമണ്ഡലം, പ്രത്യേകിച്ച് ഡീലിമിറ്റേഷന് ശേഷം ഈ നിയോജകമണ്ഡലം പൂർണ്ണമായിട്ട് പഴയ പിറവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFനും വേണമെങ്കിൽ പിടിച്ചെടുക്കാം. UDF സ്വഭാവം കൂടുതലാണെങ്കിലും LDFനും വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന നിയോജകമണ്ഡലമായിരുന്നു പഴയ പിറവം നിയോജകമണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ പിറവം നിയോജകമണ്ഡലം എന്ന് പറയുന്നത് പൂർണ്ണമായും UDFന് തന്നെ അനുകൂലമായിട്ട് വരുന്ന ഒരു നിയോജകമണ്ഡലമായി പിറവം നിയോജകമണ്ഡലം മാറിക്കഴിഞ്ഞു. പിന്നെ അനൂപ് ജേക്കബ് എന്ന കാൻഡിഡേറ്റും അവിടെ ഭയങ്കര പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദർ ടി എൻ ജേക്കബിന്റെ ആ ഒരു ലെവലിലേക്ക് മകന് എത്താൻ സാധിച്ചു. പിന്നെ ആ പാർട്ടിയിലെ എന്താ പറയാ, ചെയർമാനും സെക്രട്ടറിയും ട്രഷററും എല്ലാം അദ്ദേഹം തന്നെ ആണല്ലോ. അതുകൊണ്ട് ഗ്രൂപ്പോ വേറെ പാരവെപ്പോ ഒന്നും പേടിക്കണ്ട. അദ്ദേഹം തന്നെ ഒരു പാർട്ടി, അദ്ദേഹത്തിന് ഒറ്റ സീറ്റ്, അദ്ദേഹം UDFന് അനുകൂലമായിട്ടൊരു മണ്ഡലം, UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹം ജയിച്ചാൽ മന്ത്രി. അതാണ് അവസ്ഥ. എന്തായാലും മറ്റ് വ്യത്യസ്തതകളൊന്നും. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയണ്ട്, അതായത് LDF കാൻഡിഡേറ്റ് ആയിട്ട് ഇത്തവണ മത്സരിക്കുന്ന സാബു കെ ജേക്കബ്. ഈ സാബു കെ ജേക്കബ് എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അദ്ദേഹം അവസാന നിമിഷം, എനിക്ക് തോന്നുന്നു പിറവം നഗരസഭ ചെയർമാൻ പോലും അദ്ദേഹം ആയിരുന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം അവസാന നിമിഷമാണ്, അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പാണ് അദ്ദേഹം കേരള കോൺഗ്രസ് മാണിയിലേക്ക് പോയത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, അദ്ദേഹത്തിന്റെ ചാട്ടം ഒരിക്കലും ഗുണം ചെയ്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അത് അനൂപ് ജേക്കബിന് അനുകൂലമായിട്ടൊരു വികാരം. കാരണം സാധാരണ മണ്ഡലങ്ങളിൽ ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ ഇത് പക്ഷേ ഉമ്മൻചാണ്ടി എന്നൊരു ഫീല് കോട്ടയം, പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട്. സ്ഥാനാർത്ഥി മോഹത്തിന് വേണ്ടിയിട്ട് ഒരാൾ പോയോ എന്നൊരു സംശയം അവിടെ. അതാണ് UDF പ്രധാനപ്പെട്ട പ്രചാരണായുധമായിട്ട് എടുക്കുന്നത്. ഈ കേരള കോൺഗ്രസ് മാണി വിചാരിച്ചു കോൺഗ്രസ് വോട്ടുകളൊക്കെ പിടിക്കാൻ സാധിച്ചു എന്ന് വിചാരിച്ചപ്പോൾ, ഇത് മലപ്പുറം അങ്ങനെയുള്ള സ്ഥലമൊന്നും അല്ല, ഇത് പിറവാണ്. അപ്പം ഇതിൻ്റെ അറിയാമല്ലോ, മലയോര പ്രദേശമാണ്, അതിനൊരു കോട്ടയം സ്വഭാവം. പിറവം എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടാണെങ്കിലും ഇതിൻ്റെ സ്വഭാവം ശരിക്കും കോട്ടയത്തിൻ്റെ സ്വഭാവമാണ്. സാബു കെ ജേക്കബ് ഒരുപക്ഷെ അനൂപ് ജേക്കബിൻ്റെ ഭൂരിപക്ഷം കൂട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാം. തീർച്ചയായിട്ടും വലിയ വ്യത്യസ്തകളൊന്നും ഇല്ലാത്ത ഒരു മണ്ഡലമായിരിക്കും പിറവം എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്തത് കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടി പ്രാവശ്യം നിർമ്മല ജിമ്മി അല്ലേ, കേരള കോൺഗ്രസ് വേണ്ടി തന്നെ മോൻസ് ജോസഫാണ് UDF സ്ഥാനാർത്ഥി. BDJSന് വേണ്ടി സുരേഷ് ആണ് മത്സരിക്കുന്നത്. എന്താണ് അവിടെ? മോൻസ് ജോസഫ് ആണല്ലോ. ചേട്ടാ, ഇന്നത്തെ കടുത്തുരുത്തി മണ്ഡലം എന്ന് പറയുന്നത് ഇത് പഴയ പാലാ മണ്ഡലത്തിന്റെ റിപ്ലിക്കയാണ്. അതായത് 2009 ഡീലിമിറ്റേഷന് ശേഷം പാലാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പല പഞ്ചായത്തുകളും അത് കടുത്തുരുത്തിയിലേക്കാണ് മാറിയത്. അതായത് കേരള കോൺഗ്രസിന്റെ സ്വഭാവം, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതോ ഉറക്കത്തിലും പറയാം അത് കടുത്തുരുത്തിയാണ്. പക്ഷെ മോൻസ് ജോസഫ് അവിടെ ജയിക്കുന്നത് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്, അവിടെ ഒരു കേരള കോൺഗ്രസ് ആണ്. പിന്നെ മോൻസ് ജോസഫിന് കിട്ടുന്ന മോൻസ് ജോസഫിൻ്റെതായിട്ടുള്ള വോട്ടുകളുടെ പിൻബലത്തിലാണ് മോൻസ് ജോസഫ് ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറി വരുന്നത്. മോൻസ് ജോസഫ് അല്ല വേറെ ഏത് കാൻഡിഡേറ്റ് ആണെങ്കിലും കേരള കോൺഗ്രസിന്റെ മാണിയുടെ ഏറ്റവും ഷുവർ സീറ്റ് എന്ന് പറയുന്നത് കടുത്തുരുത്തിയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടും പിന്നെ നിർമ്മല ജിമ്മിയാണ് എതിർക്കാൻ. നിർമ്മല ജിമ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസോളിഡേറ്റഡ് ഒരു എന്താ പറയുക, ഒരു തർക്കത്തിന്റെ പുറത്ത് സമാശ്വാസമായിട്ട് അന്ന് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ നിർത്താമെന്ന് പറഞ്ഞ് വന്ന കാൻഡിഡേറ്റ് ആണ്. നിർമ്മല ജിമ്മിയുടെ പേരല്ലായിരുന്നു അവിടെ വന്നത്. ഒരുപക്ഷെ ജോസ് കെ മാണി തന്നെ ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കണമെങ്കിൽ കടുത്തുരുത്തി മത്സരിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ KCM, അതായത് കേരള കോൺഗ്രസിന്റെ യൂത്ത് വിങ്ങിന്റെ തന്നെ ഒരു പ്രമുഖനായ നേതാവിന്റെ പേര് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് പറഞ്ഞ് കേട്ടിരുന്നു. പിന്നെ പഴയ അവിടെ മത്സരിച്ച പഴയ അവിടുത്തെ MLA ആയിരുന്നു, കഴിഞ്ഞ തവണയും മത്സരിച്ച സ്റ്റീഫൻ ജോർജിന്റെ പേരും അവിടെ പറഞ്ഞു. ഇങ്ങനെ ഒരു തർക്കങ്ങൾ ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കം വന്നു കഴിഞ്ഞപ്പം പാർട്ടിയോട് കൂറുള്ള നിർമ്മല ജിമ്മിക്ക് ഈ മണ്ഡലം കൊടുക്കുകയായിരുന്നു. എന്ത് പാർട്ടി കൂടെ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു സ്വഭാവം UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെയും കൂടെ വോട്ടുകളാണ്. ഇവർ UDFന്റെ കൂടെ നിൽക്കുമ്പോൾ അവർ എത്രത്തോളം പവർഫുൾ ആവുന്നു. ഇപ്പം റോഷിയുടെ കേസിൽ പോലും പറഞ്ഞു, റോഷി ടൈറ്റ് ഫൈറ്റ് നേരിടുന്ന UDFിലായിരുന്നെങ്കിൽ എത്രയും വലിയ ടൈറ്റ് ഫൈറ്റിന്റെ സിറ്റുവേഷൻ വരില്ലായിരുന്നു. റോഷിയെ സംബന്ധിച്ച് പോപ്പുലർ ആയിട്ടൊരു കാൻഡിഡേറ്റ്.
ഇപ്പം ഇപ്പോൾ ഒരു UDF ട്രെൻഡും കൂടെ വരുന്ന ഒരു സാഹചര്യത്തിൽ കടുത്തുരുത്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മോൻസ് ജോസഫിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒന്നും ആയിട്ടില്ല. ഇത്തവണ ഭൂരിപക്ഷം കൂട്ടി തന്നെ അദ്ദേഹം അവിടെ വിജയിക്കും. അപ്പോൾ UDF തന്നെ നിലനിർത്തും കടുത്തുരുത്തി എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം വൈക്കമാണ്. വൈക്കം നമുക്കറിയാം, അവിടെ പി പ്രദീപ്, CPIയുടെ പി പ്രദീപ്, കോൺഗ്രസിൻ്റെ ബിനിമോൻ, അതുപോലെ തന്നെ BJPക്ക് K അജിത്ത്, ഈ 3 പേരുമാണ് പ്രധാന സ്ഥാനാർത്ഥി. K അജിത്ത് ആരാധരാജ 2 തവണ വൈക്കത്തെ MLA ആയിട്ടുണ്ടായിരുന്നു. അതെ, പഴയ CPIക്കാരനാണ് അദ്ദേഹം. ഈ ഇലക്ഷൻ്റെ സമയത്ത് BJPയിലേക്ക് മാറുകയും കുറേ പേരുണ്ടല്ലോ അതുപോലെ. CPIയിൽ നിന്ന് കുറേ പേര് പോയത്. അജിത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. നമ്മുടെ നിയമസഭ തല്ലിപ്പൊളിക്കുന്ന ഇഷ്യൂവിൽ ശിവൻകുട്ടിയുടെ കൂടെ കട്ടയ്ക്കുന്ന ആളാണ്. അജിത്ത് അത്രത്തോളം പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ലെന്നേ. അപ്പം അജിത്താണ് BJP കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. അപ്പം ഈ മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കത്ത് ഈ ഇടതുപക്ഷ പാർട്ടികളുടെ ഏറ്റവും വലിയ തുരുത്ത് എന്ന് പറയുന്നത് വൈക്കമാണ്. കോട്ടയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് സ്വാധീനമുള്ള മണ്ഡലം. ഏത് ഇളക്കത്തിന് ഇപ്പം വൈക്കം നഗരസഭയൊക്കെ ഒരു പക്ഷേ UDFിനോട് നിൽക്കുമായിരിക്കും. പക്ഷേ പഞ്ചായത്തുകളിലേക്കൊക്കെ വരുമ്പം അതൊരു പാർട്ടി കോട്ട തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും LDF അവിടെ സേഫ് തന്നെയായിരുന്നു. ഒരു ഇളക്കത്തിലും അതങ്ങനെ കുലുങ്ങണ്ടാത്തതാണ്. പിന്നെ ഈ അജിത്തൊക്കെ എന്തുമാത്രം വോട്ട് CPIയുടെ കയ്യിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകും. നമ്മൾ UDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച സണ്ണി കപ്പിക്കാടിനെയായിരുന്നു. ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഒരു ദളിത് സ്ഥാനാർത്ഥിക്ക് മീൻസ് അങ്ങനെ ഒരു വികാരം സംവരണ മണ്ഡലം കൂടിയാണ്. അപ്പം പിന്നെ അവസാനം പക്ഷേ ഇവർ തീരുമാനിച്ചൊരു കോൺഗ്രസ്സുകാരനായിട്ടൊരു കാൻഡിഡേറ്റ് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ വരട്ടെ എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണ് ബിനിമോൻ വന്നത്. മീൻസ് ബിനിമോനോടെ കാൻഡിഡേറ്റ് ആയിട്ട് വന്നെങ്കിലും CPIയുടെ കുറച്ച് വോട്ടുകൾ അജിത്ത് പിടിക്കുമെന്ന് പറയുമ്പോഴും ഞാൻ ഇവിടെ കാണുന്നത് ഇപ്പോഴും CPIക്ക് തന്നെ ഈ മണ്ഡലം CPIയുടെ കൂടെ ഉറച്ചു നിൽക്കുമെന്നാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെയൊന്നും എന്ത് വലിയ അല്ലെങ്കിൽ പിന്നെ കൊടുങ്കാറ്റായിരിക്കും UDF കൊടുങ്കാറ്റ്. ഞാൻ പറഞ്ഞില്ല, ഒരു സൈലന്റ് വേവ് അങ്ങ് ആഞ്ഞ് വീശണം. നമുക്ക് നോക്കാം, നമ്മളൊരു സൈലന്റ് വേവിൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു മണ്ഡലത്തെ പറ്റി പറഞ്ഞപ്പോൾ സൈലന്റ് വേവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിപ്പം പറയാനുള്ളൊരു സാഹചര്യം ആകത്തുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ സംസാരിച്ചാൽ മതി. LDFിന്റെ മണ്ഡലം പ്രദീപ്. അതെ, ചേട്ടൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ്. ഇപ്പോൾ പി പ്രദീപ് തന്നെ അവിടെ മത്സരിച്ച് വിജയിക്കാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം ഏറ്റുമാനൂരാണ്. നമ്മുടെ മന്ത്രി VN വാസവൻ മത്സരിക്കുന്നു LDFിന് വേണ്ടി. നാട്ടകം സുരേഷാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. ആതിര D നായരാണ് TTP അതായത് 2020 പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതാണ് ഏറ്റുമാനൂർ അവസ്ഥ. ഏറ്റുമാനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ ഡിറ്റോയാണ് ഇന്നത്തെ ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. അതായത് കുമരകം പോലുള്ള പഞ്ചായത്തുകളെല്ലാം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാവുകയും അങ്ങനെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കയ്യിലിരുന്ന സീറ്റ്, തോമസ് ചാഴിക്കാടൻ വർഷങ്ങളായി വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റ്, അത് UDFിന്റെ കയ്യിൽ നിന്ന് LDF പിടിക്കുകയാണ് ഉണ്ടായത്. കാരണം ഈ കുമരകം തിരുവാർ പോലുള്ള പഞ്ചായത്തുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് LDFിന്റെ വ്യക്തമായ കോട്ടകളായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോട്ടകൾ എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശങ്ങളിലെല്ലാം LDF അല്ല UDF ആണ് ജയിച്ചത്. അതൊരു അത്ഭുതം തന്നെയായിരുന്നു. എനിക്കൊന്ന് വൈശാഖൻ മീൻസ് ആ ഒരു കാൻഡിഡേറ്റ് നേടിയ ഒരു വോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും CPM ഉറക്കത്തിൽ പോലും മറക്കാത്ത ഒരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം മത്സരിക്കുന്നത് VN വാസവനാണ്. നമുക്കറിയാം VN വാസവൻ്റെ ഒരു കഴിവ് നമുക്കറിയാം. അദ്ദേഹം എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ജനങ്ങളുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുകയും മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണമെന്ന് നല്ല വ്യക്തമായി അറിയാവുന്ന ആളാണ് VN വാസവൻ എന്ന് പറഞ്ഞത്. നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ 2011 ഇലക്ഷൻ നടന്നു. ഈ കോട്ടയം അന്ന് അദ്ദേഹം കോട്ടയത്തിൻ്റെ MLA മനസ്സിലായല്ലോ. അന്ന് അദ്ദേഹം കോട്ടയത്തിൻ്റെ MLA പിന്നെയും പുനർനിർമ്മാണത്തിന് ശേഷം, അതായത് അന്നത്തെ ഏറ്റുമാനൂർ മണ്ഡലമാണ് ഇന്നത്തെ കോട്ടയം മണ്ഡലം. ഇന്നത്തെ കോട്ടയം മണ്ഡലമാണ് അന്നത്തെ കോട്ടയം മണ്ഡലമാണ് ഇന്നത്തെ ഏറ്റുമാനൂർ. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് 400 വോട്ടിനാണ് മീൻസ് മനസ്സിലായല്ലോ പഴയ ഒരു ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ സ്വഭാവം. അല്ലെങ്കിൽ ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പം ജയിക്കുന്ന 18,000 വോട്ടിന് 33,000 വോട്ടിനൊക്കെ നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പം ആ ഒരു മണ്ഡലത്തിൽ 400 വോട്ടിനാണ് ആ മണ്ഡലത്തിൽ ആ സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ VN വാസവൻ അത്രത്തോളം അവിടെ പോപ്പുലർ ആയിരുന്നത് കൊണ്ടാണ്, പിന്നെ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറിയത് കൊണ്ടാണ് ഇന്ന് തോറ്റുപോയത്. അല്ലെങ്കിൽ VN വാസവൻ അന്നേ ജയിച്ച് കണ്ടിന്യൂസ് ആയിട്ട് MLA ആയിട്ടിരുന്നത്. അതാണ് ഇവിടെ ഏറ്റുമാനൂരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VN വാസവൻ എന്നത് ഒട്ടും മോശമായിട്ടൊരു കാൻഡിഡേറ്റ് അല്ല. നാട്ടം സുരേഷിനെ നമുക്ക് ഒട്ടും കുറച്ച് കാണണ്ട. ഈ ജാതി സമവാക്യമൊക്കെ വരുമ്പോൾ നാട്ടം സുരേഷിനും
ഇതെല്ലാം അനുകൂലമായിട്ടൊരു ഘടകമായിട്ട് വരും. പിന്നെ BJP കാൻഡിഡേറ്റ് വളരെ വീക്കാണ്. 10-25 വയസ്സുള്ള ഒരു കുട്ടിയെ ആണ് 2020 ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അതെ, ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ആതിര. അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഈ റേഡിയോയിലൊക്കെ TV-യിലൊക്കെ നമ്മളിത് കാണുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവർ ഈ രാഷ്ട്രീയത്തെ പറ്റി അറിയാതെ ചുമ്മാ റീലിടാൻ വേണ്ടി മാത്രം മത്സരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. വളരെ ഒരു പ്രായം കുറഞ്ഞ ഏജിൽ മത്സരിക്കുന്നതിലൊന്നും നമുക്ക് ആർക്കും ഒരു അതെ. അപ്പം പലരും പ്രായം പറഞ്ഞിട്ടാണ്. പക്ഷെ ഈ സംസാരിക്കുന്ന ചുമ്മാ റീലിന് വേണ്ടി മാത്രം സംസാരിക്കുന്നു. പിന്നെ എതിർ സ്ഥാനാർത്ഥിയാണ് VN വാസവൻ പണ്ട് കറീശാപ്പിലൊക്കെ അതൊന്നും ഒരിക്കലും ഒരു ഇലക്ഷനിലും ഒരു എതിർ സ്ഥാനാർത്ഥി പറയേണ്ടാത്ത കാര്യങ്ങൾ ഒരു കോമൺ സെൻസ് ഇല്ലാതെ പറയുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം BJP വോട്ടുകളാണ്. അപ്പം BJP വോട്ടുകൾ സ്വാഭാവികമായിട്ടും VN വാസവന് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പം ടൈറ്റ് മത്സരമായിരിക്കും. കാരണം UDF വേവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുമരകം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടി കോട്ടകളിൽ പാർട്ടിക്കെതിരായിട്ടൊരു ഫീല് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും VN വാസവന്റെ വ്യക്തി സ്വാധീനം എല്ലാം വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു അംശം നമുക്ക് VN വാസവന് കൊടുക്കാനായിട്ട് പറയാം. VN വാസവൻ ഒരു പക്ഷേ ചെറിയൊരു അടിച്ചിൽ വിജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. ഏറ്റുമാനൂർ മിക്കവാറും VN വാസവൻ തന്നെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം കോട്ട എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലം, കോട്ടയത്തിലെ കോട്ട അല്ലേ. അപ്പോൾ അവിടെ CPM-ൻ്റെ K അനിൽകുമാറാണ് മത്സരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. P അനിൽകുമാറാണ് BDGS. അപ്പോൾ 2 അനിൽകുമാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മത്സരം. എന്താണ് അവിടുത്തെ സാധ്യത? ചേട്ടാ, മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ല, പഴയ ഏറ്റുമാനൂർ കോട്ടയാണ്. ഇത് UDF-ന്റെ കോട്ട തന്നെയാണ്. പഴയ കോട്ടയം എനിക്കൊന്ന് കോട്ടയം നിയമസഭാ മണ്ഡലം വെച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ള LDF-കാരാണെങ്കിലും ഈ മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം ഇത് UDF-ന്റെ ഒരു കോട്ട അല്ലെങ്കിൽ ഹെഡ് ത്രോബായിട്ട് മാറിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അതിൻ്റെ പഞ്ചായത്തുകളും അതിൻ്റെ സ്വഭാവവും കോട്ടയം മുനിസിപ്പാലിറ്റിയും ഇതെല്ലാം പൂർണ്ണമായും ഇന്ന് UDF-ന് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അധികം വലിയ ഡെക്കറേഷൻ വേണം. കഴിഞ്ഞ 2 തവണത്തെ കാൻഡിഡേറ്റ്സ് തന്നെയാണ്. അനിൽകുമാർ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ആളാണ്. പക്ഷെ മണ്ഡലത്തിന് എന്തുമാത്രം സ്വാധീനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാ മരണ വീട്ടിലും കല്യാണ വീട്ടിലും എല്ലാം ചെന്ന് അവിടുത്തെ ജനങ്ങളോട് വളരെയധികം ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വിജയിച്ചു വരാനാണ് സാധ്യത. മറ്റു വ്യത്യസ്തകളൊന്നും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ കോട്ടയം മണ്ഡലം നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ പഴയ മണ്ഡലം പുതുപ്പള്ളി, ഇപ്പോൾ മകൻ ചാണ്ടി ഉമ്മൻ്റെ മണ്ഡലം. അവിടെ എന്തെങ്കിലും വ്യത്യസ്തതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പുതുപ്പള്ളിയിൽ KM രാധാകൃഷ്ണനാണ് ചാണ്ടി ഉമ്മനെതിരെ മത്സരിക്കുന്നത്, CPM സ്ഥാനാർത്ഥി. രവീന്ദ്രനാഥ് ആണ് BJP-യുടെ സ്ഥാനാർത്ഥി. എന്താണ് അവസ്ഥ? ഒരു മാറ്റം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് കിട്ടിയതിനെക്കാട്ടി ഭൂരിപക്ഷം ഇത്തവണ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ രീതിയിൽ പൾസ് വർക്കൗട്ട് ആക്കിയിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ഓരോ മനുഷ്യരുമായിട്ട് ഇടപെടുന്ന രീതി, ഇടയ്ക്ക് അദ്ദേഹം അപ്പ എന്ന് പറയുമെങ്കിൽ പോലും അപ്പയോടുള്ള ആ സെന്റിമെന്റ്സും അതെല്ലാം അപ്പയാണ് വരുന്നതെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അവിടെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതൊരു നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ടിലും ഭൂരിപക്ഷത്തിലായിരിക്കാം ഇത്തവണ ചാണ്ടി ഉമ്മൻ വിജയിക്കുന്നത്. ഒരുപക്ഷെ ജയ്ക്ക് ഇത് ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം ജയ്ക്ക് ഇത്തവണ മത്സരിക്കാതെ മാറി എന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു തോൽവിയും കൂടെ അദ്ദേഹം താങ്ങില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഒരു പക്ഷേ അടുത്ത തവണ VN വാസവൻ മാറിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്കായിരിക്കും ഒരു പക്ഷേ ജയിക്കിനെ പരിഗണിക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ഇത്തവണ അദ്ദേഹം ഒരു ഗ്യാപ്പ് എടുത്തത്. പിന്നെ ഇത്തവണ CPM കാൻഡിഡേറ്റിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെ കാൻഡിഡേറ്റ് ഇത്തവണ രാധാകൃഷ്ണൻ കുറച്ച് വീക്കാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ടാണ്. നമുക്ക് പുതുപ്പള്ളിയിലും ഭൂരിപക്ഷം ഒക്കെ കൂടി കയറി പോകുന്ന പിന്നെ ഉമ്മൻചാണ്ടിയോടുള്ള സെന്റിമെന്റ്സ് ഇപ്പോഴും അദ്ദേഹത്തിന് അവിടെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത്, ഒരിക്കലും മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമാണ്. അത് ജനറ്റിക്കലി വരുന്ന പൈതൃകം. തീർച്ചയായും ചാണ്ടി ഉമ്മൻ ഒരു വേവ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും അവിടെയും ചാണ്ടി ഉമ്മൻ തന്നെ വിജയിക്കാനാണ് സാധ്യത. അടുത്ത മണ്ഡലം പാല. ഈ മണ്ഡലങ്ങളിലെ ഏറ്റവും അവസാനത്തെ മണ്ഡലമാണ് പാല. പാലയിൽ ഇത്തവണ ജോസ് കെ മാണി, മറുഭാഗത്ത് മറ്റൊരു മാണി C കാപ്പൻ, പിന്നെ ഷോൺ ജോർജ്. 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കന്മാരാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ചേട്ടാ, ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ളൊരു ത്രികോണ മത്സരം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലത്തെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം ഈ ഇന്നത്തെ പാലാ മണ്ഡലം എന്ന് പറയുന്ന പഴയ PC ജോർജ് കണ്ടിന്യൂസ്ലി വിജയിച്ചുകൊണ്ടിരുന്ന പൂഞ്ഞാറ മണ്ഡലമാണ്. മനസ്സിലായോ? അപ്പം പഴയ പാലയല്ല ഇന്നത്തെ പാല.
പഴയ പാലയുടെ ഭാഗങ്ങളെല്ലാം കടുത്തുരുത്തിയിലാണ് വന്നിരിക്കുന്നത്. ഓ ശരി. ഇന്നത്തെ പഴയ പൂഞ്ഞാറാണ് ഇന്നത്തെ പാലാ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞത്. അവിടെ കെ എം മാണി വിജയിച്ചുകൊണ്ടിരുന്ന കെ എം മാണിയുടെ പൊളിറ്റിക്സ് അത്ര ഇതായതുകൊണ്ടാണ് 2011 അദ്ദേഹം ഒരു ബുദ്ധി കാണിച്ചു. PC ജോർജിന് അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം ചേർക്കാനായിട്ട് കെ എം മാണിക്ക് സാധിച്ചു. അവിടെ പാലയിൽ ഇപ്പൊ 2 വോട്ടുകളേ ഉള്ളൂ. ഒന്ന് കെ എം മാണി അനുകൂല വോട്ടുകളും വേറൊന്ന് കെ എം മാണിക്ക് അനുകൂലമല്ലാത്ത വോട്ടുകളും. അതിപ്പം ജോസ് കെ മാണിയിലേക്ക് എത്തി. ജോസ് കെ മാണി അനുകൂല വോട്ടുകളും ജോസ് കെ മാണി അനുകൂലമല്ലാത്ത വോട്ടുകളും. ഇവിടുത്തെ ഒരു നിർണായക ഫാക്ടർ ആവുന്നത് ഷോൺ ജോർജ് തന്നെയാണ്. പക്ഷെ ഷോൺ ജോർജിന് ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഷോൺ ജോർജിന്റെ ചിഹ്നമാണ്. ഇപ്പോഴും ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ മീൻസ് നമ്മളെല്ലാം ഈ ഒരു മേഖലയിൽ തന്നെ ജീവിച്ച് വളർന്നവരായതുകൊണ്ട് ഇപ്പോഴും താമര ചിഹ്നം കാണുമ്പോൾ എത്ര മീൻസ് ക്രിസ്ത്യൻ ന്യൂനപക്ഷം വോട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് പേഴ്സണലി. ഒരു പക്ഷെ ചിഹ്നമില്ലാതെ ഒക്കെ ഒരു പക്ഷെ ഷോൺ ജോർജ് മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തായാലും PC ജോർജിനെക്കാട്ടിൽ ഇപ്പം നല്ല പേരുണ്ട് ഷോൺ ജോർജിന്. ചിഹ്നമില്ലാതെ ഒരു പക്ഷെ മത്സരിച്ച് BJP സ്വതന്ത്രനായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ പോലും 2ാം സ്ഥാനത്തോ ഒരു പക്ഷെ 1ാം സ്ഥാനത്തോ ഷോൺ ജോർജ് വരുമായിരുന്നു. അപ്പം അത്രത്തോളം PC ജോർജിന്റെ വോട്ടുകൾ കോറായിട്ട് ഇപ്പോഴും ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മാണി സി കാപ്പനെ ഒരു ഇതിൽ കിട്ടിയതും ആ വോട്ടുകൾ തന്നെയാണ്. അപ്പം മാണി സി കാപ്പനെ പറ്റി പറയുകയാണെങ്കിൽ UDFന്റെ ഒരു വോട്ടുണ്ട് അവിടെ. മീൻസ് UDFന് ബേസിക്കലി അവിടെ ഒരു വോട്ടുണ്ട്. ആ വോട്ടുകളും മാണി സി കാപ്പൻ്റെ പോക്കറ്റിലുള്ള കുറച്ച് വോട്ടുകളും പിന്നെ ഈ മാണി വിരുദ്ധ വോട്ടുകളും ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകളും കൃത്യമായി അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ BJPക്ക് കിട്ടിയ വോട്ടുകളും അദ്ദേഹത്തിന് ഒരു പരിധി വരെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ മണ്ഡലം വളരെ ടൈറ്റാണ് എന്ന് പറയുമ്പം പോലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോസ് കെ മാണി 5 വർഷം MP എന്നുള്ള രീതിയിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം അപ്പന്റെ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജീവമരണ പോരാട്ടമാണ്. പിന്നെ LDFന്റെ സപ്പോർട്ടുണ്ട്. പക്ഷെ LDFന് അത്രത്തോളം വോട്ടുകൾ അവിടെ ഉണ്ടോ പേഴ്സണലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ പറയും അരിവാൾ ചുറ്റിക കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് വോട്ട് ചെയ്യാൻ മനസ്സിലുള്ളവരൊന്നും അല്ല. പിന്നെ കഴിഞ്ഞ തവണ അവര് നഗരസഭ ചിഹ്നം അതല്ല, അത് തന്നെയാണ് പ്രശ്നം. 2ൽ കണ്ടു കഴിഞ്ഞാൽ ഈ CPMകാർ ഇപ്പോഴും വോട്ട് ചെയ്യുമോ എന്ന് പാലയിൽ ഒരു ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ പൂഞ്ഞാർ നടന്ന മേഖലകളിൽ ഇപ്പോഴും അതൊരു ചോദ്യമാണ്. അപ്പം CPMന്റെ വോട്ട് കഴിഞ്ഞ തവണ മാണി സി കാപ്പന് പോയതുപോലെ തന്നെ ഇത്തവണയും മാണി സി കാപ്പന് പോകാൻ ചാൻസ് ഉണ്ട്. ഷോൺ ജോർജിന്റെ വോട്ട് കൃത്യമായിട്ട് പിടിക്കും. പക്ഷെ ഇവിടെ ചെറിയ രീതിയിൽ വോട്ട് കുറയുന്നത് ഒരു പക്ഷേ ജോസ് കെ മാണിക്ക്, കാരണം ഒരു വേവ് UDFന് അനുകൂലമായിട്ട് തോൽവി ഇത്തവണ നമുക്ക് വേണം നേരിയ ഭൂരിപക്ഷത്തിന് മാണി സി കാപ്പൻ വിജയിക്കുമെന്ന് പറയാം. കാരണം മാണി സി കാപ്പന്റെ കുറെ വോട്ടുകൾ ഷോൺ ജോർജ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ നേരിയ മത്സരമാകുന്നത്. അല്ലെങ്കിൽ കംഫോർട്ടബിളി മാണി സി കാപ്പൻ ഇത്തവണ വിജയിച്ചാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലം 5 മണ്ഡലങ്ങളാണ് UDFന് നൽകുന്നത്. 2 മണ്ഡലങ്ങൾ മാത്രമാണ് LDFിലേക്ക് എത്തുന്നത്, വൈക്കവും ഏറ്റുമാനൂരും. വലിയൊരു മാർജിനിലേക്ക് അങ്ങനെയാണെങ്കിൽ പോവുകയാണ്. കാരണം 58-40 എന്ന ഒരു കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് അതേപോലെ തന്നെ നിലനിർത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ ഈ 7-ൽ 5 മണ്ഡലം UDFന്റെ കയ്യിലും 2 മണ്ഡലം LDFന്റെ കയ്യിലും വലിയ മാറ്റമൊന്നുമില്ല. സ്റ്റാറ്റസ് അതുപോലെ മൊത്തത്തിൽ നോക്കുമ്പോൾ 18 മണ്ഡലങ്ങളിലൊരു മെജോറിറ്റി ഇപ്പോൾ UDFന് ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. 40 മണ്ഡലങ്ങളാണ് LDFന്റെ കൂടെ നിൽക്കുന്നത്. ഇനിയും ധാരാളം മണ്ഡലങ്ങളുണ്ട്, ഏകദേശം 6ഓളം മണ്ഡലങ്ങൾ ബാക്കി നിൽക്കുന്നു. അവിടെ നിന്നാണ് ബാക്കിയുള്ള LDFന് കിട്ടണമെങ്കിൽ ഉണ്ടാവേണ്ട സീറ്റുകൾ വരുന്നത്. ഇപ്പോഴും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഈ ഒരു സൈലന്റ് വേവ് ഞാൻ പോലും മനസ്സിലാക്കിയത് ഒരു ദിവസം മുമ്പ് മാത്രമാണ്. ഒരു സൈലന്റ് വേവ് ഉണ്ടാവും. ഞാനൊരു നോർമൽ കേസിൽ ഒരു പക്ഷേ UDFന് ഒരു ചെറിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ബേസിസിൽ ഒരു കാറ്റുണ്ടെന്ന് മാത്രമാണ് കരുതിയത്. പക്ഷെ അതൊരു വേവായിട്ട് മാറിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മണ്ഡലങ്ങളിലെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ സീറ്റ് ഒരു പക്ഷേ UDFന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പക്ഷേ നോർമൽ കേസിൽ തന്നെ പോയാൽ മതി. ശരി, ഇപ്പോൾ അടുത്ത ദിവസം അടുത്ത മണ്ഡലമേ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.